ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഒരു ട്രെയിനിലെ ഏതെല്ലാം കോച്ചുകൾ ഏതെല്ലാം കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും എന്നുള്ളത്. ജനറൽ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കോച്ചുകൾ ട്രെയിനിൻ്റെ ഏത് ഭാഗത്ത് എത്ര എണ്ണമൊക്കെയാണ് ഉള്ളത് എന്നുള്ളതും AC സ്ലീപ്പർ തുടങ്ങിയിട്ടുള്ള കോച്ചുകളൊക്കെ ഏതിലാണ് ഏത് ട്രെയിനിനനുസരിച്ച് ഏതെല്ലാം പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾ കയറി വരിക. ഇതിലായിട്ട് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ ആദ്യം തന്നെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു ട്രെയിൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ കോച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര കോച്ചുകളാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കോച്ചിൻ്റെയും നമ്പർ കാണാം. താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് 21 കോച്ചുകളാണുള്ളത് ലാസ്റ്റായിട്ട് വരുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഓരോ കോച്ചും ഏതെല്ലാം പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ജനറൽ കോച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GN എന്നുള്ള പേരിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. 20ലും 19ലും ആണ് ബാക്കിലുള്ളത്. ഇനി ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് 1ലും 2ലും അതേപോലെ തന്നെ ജനറൽ കോച്ചുകളുണ്ട്. ഇനി സ്ലീപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം പൊസിഷനിലാണ് സ്ലീപ്പറുകൾ വരുന്നത് എന്നുള്ളത് S1 ഏതാണ്, S2 ഏതാണ്, S3 ഏതാണ്, അതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. താഴ്ഭാഗത്തായിട്ട് ആ കോച്ചിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാകും. അപ്പം മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കോച്ചിൻ്റെ നെയിമാണ്, താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കോച്ചിൻ്റെ നമ്പർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു ട്രെയിനിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും ട്രെയിനിൻ്റെ നെയിം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആ ട്രെയിനിലെ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രെയിനിൻ്റെ നെയിമോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നമ്പറോ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ട്രെയിനിൻ്റെ നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. പരശുറാം എക്സ്പ്രസ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ കോച്ചിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഏതെല്ലാം കോച്ചുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. അതിൽ തന്നെ നമ്മൾ ഓരോ കോച്ചുകളും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കോച്ചുകൾ റിസർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ റിസർവേഷൻ്റെ ഡീറ്റെയിൽസുകൾ അതിൽ വന്നിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ നമ്പറുകൾ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ജനറൽ ആണ് എന്നുണ്ടെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈൻ ആയിക്കൊണ്ട് വേർ ഇസ് മൈ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് അവർ യാത്ര ചെയ്യുന്ന ട്രെയിനിലെ കോച്ചുകളുടെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.